റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? വെറും 10 മിനിറ്റ് കൊണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫി പുഡിംഗ് തയ്യാറാക്കാമെന്നറിയാമോ? ഈ പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ ഒന്ന് നോക്കൂ, മെൽറ്റ് ഇൻ മൗത്താണ്. അതും വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടുത്തെ ഒരു പാനിലേക്ക് ഒരു 1.5 കപ്പോളം പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു കാരമൽ സോസാണ് തയ്യാറാക്കി എടുക്കുന്നത്. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയുടെ കളറേ ഒരുപാട് ഡാർക്കായി പോകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പ് ഫീൽ ചെയ്യും. കളറൊന്നും മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ലോയിലോട്ട് മാറ്റി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കാരമൽ സോസ് തയ്യാറാക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളത് സെറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു ബൗള് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാരമൽ സോസ് പെട്ടെന്ന് സെറ്റായി പോവും. ഞാനിവിടെ പുഡിംഗ് ഉണ്ടാക്കാനുള്ള ട്രേ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് നമ്മുടെ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ ഒരു ബൗൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ബൗളിലേക്ക് ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് കേട്ടോ. ഞാനിവിടെ ഒരു ബ്രൂവിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിന് പകരം പാല് ചേർത്ത് കൊടുത്തും ഇതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വെള്ളം ചേർത്തുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കോൺഫ്ലോറിൻ്റെ അളവെടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ എടുക്കണം. കാരണം നമ്മളിതിലേക്ക് ചൈന ഗ്രാസോ ജെൽറ്റിനോ ഒന്നും ചേർക്കുന്നില്ല, കോൺഫ്ലോർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു 3.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എങ്കിലും എടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുത്ത ശേഷം കട്ടയില്ലാതെ തന്നെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഞാനിവിടെ നമ്മൾ നേരത്തെ ഷുഗർ കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 250 ml പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോഫിയുടെ മിക്സും അതുപോലെ തന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള കോൺഫ്ലോർ മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം മീഡിയം ടു ലോ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കണ്ടൻസ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 400 ml കണ്ടൻസ് മിൽക്ക് ബോട്ടിലിൽ നിന്നും അതിൻ്റെ പകുതിയോളം ഏകദേശം ഒരു 200 ml ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുഡിങ്ങൊക്കെ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുന്നതായതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒട്ടും തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതൊന്ന് കുറുകി തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നത് വളരെ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുവേ. എനിക്കിത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറിനകത്ത് തന്നെ ഇത് ഫുള്ളായിട്ട് സെറ്റായി കിട്ടും. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം, ഇതിങ്ങനെയും കഴിക്കാം കേട്ടോ. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചറൊക്കെ ഒന്ന് മാറി നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. കുറച്ച് നേരം ഫാനിനടിയിലൊന്ന് വെച്ചാലും മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയി നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറും. ഇനി ഞാനിതാ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണേ. ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ലൊരു കോഫിയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.